ഹായ് കേരറ്റ്സ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 നേവി SSR MR MAയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് കുറച്ച് അപ്ഡേറ്റ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത്, ഓൾ ഇന്ത്യ ലെവലുള്ള അപ്ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. MRൻ്റെ എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങളും 2026 നേവി SSR MR MAക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ഒരു ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കൊന്നും തന്നെ ഇന്ത്യൻ നേവിയെ കുറിച്ചുള്ള ബേസിക് അവയർനെസ് ഇല്ല. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. നേവി SSR MR MAയുടെ എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് പോലും തെറ്റത്തില്ല. കറക്റ്റായിട്ട് നല്ല ഡയറക്ഷനിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. കുട്ടികളെ 2026 നേവി SSR MR MAയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ക്ലാസിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ അവസാനം ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക. 2026 ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലെ റിസൾട്ട് എടുത്താലും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഈ ഒരു ഓൺലൈൻ ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെ പ്രിപ്പറേഷൻ, സ്റ്റേജ് 2ൻ്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കൂ കുട്ടികളെ, എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങളിവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയെന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കാം. ഇന്ത്യൻ നേവിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അവർ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തു, ക്ലോസിങ് ചെയ്തു. ഏപ്രിൽ 6 തന്നെ പ്രോപ്പറായിട്ട് ഫോം ഫില്ലിംഗ് ഡേറ്റ് ക്ലോസ് ചെയ്തു അവർ. അതിനുശേഷം കറക്ഷൻ വിൻഡോ കറക്റ്റായിട്ട് അവർ ഇന്ത്യൻ നേവി പറഞ്ഞ കണക്ക് തന്നെ കറക്ഷൻ വിൻഡോയും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 10 ആൻഡ് ഏപ്രിൽ 11 ഇപ്പോൾ കറക്ഷൻ വിൻഡോ ക്ലോസ് ആയിരിക്കുകയാണ്. ഒത്തിരി കുട്ടികൾ അതിൻ്റെ ബെനിഫിറ്റ് എടുത്തിട്ടുണ്ട്. തെറ്റുപറ്റിയ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 1 INET ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മെയ് ആണ്. അതായത് 2026 മെയ് മന്ത് എന്നാണ് ഇന്ത്യൻ നേവി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മന്താണ്. അതിനുശേഷം വേറൊരു കാര്യം കൂടി ഇന്ത്യൻ നേവി കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിസൾട്ട്. അതിനുശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേജ് 2 പ്രിപ്പറേഷനാണ്. സ്റ്റേജ് 2 പ്രിപ്പറേഷന് വേണ്ടി ഡെഫിനറ്റ്ലി ഇന്ത്യൻ നേവി എല്ലാ തവണയും നല്ല ടൈം കൊടുക്കുന്നതായിരിക്കും. പക്ഷേ നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും റിസൾട്ടുമായിട്ടുമാണ് ഇന്ത്യൻ നേവി കൂടുതലും പ്ലേ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം ഡേറ്റുമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇന്ത്യൻ നേവിക്ക് ലഭിക്കുന്നത്. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് എടുത്താൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് 2026 മെയ് മന്ത്. ഇവിടെ നമുക്ക് നോക്കാം ഈ പറയുന്ന എക്സാം അപ്ഡേറ്റും അതുപോലെ തന്നെ റിസൾട്ട് അപ്ഡേറ്റും. എക്സാം പറഞ്ഞിരിക്കുന്നത് മെയ്, അതേപോലെ തന്നെ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് മെയ് ജൂണിലാണ്. അപ്പോൾ എക്സാം മെയ്യിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജൂണിൽ റിസൾട്ട് വരത്തില്ല. കാരണം നിങ്ങളുടെ എക്സാം കഴിയുന്നതിന് ശേഷം വിത്തിൻ 1 മന്തിനുള്ളിൽ ഇന്ത്യൻ നേവി റിസൾട്ട് ഔട്ട് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും മെയ്യുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ എക്സാം കാണത്തില്ല. റിസൾട്ട് വരാൻ പോകുന്നതും അതേ രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇന്ത്യൻ നേവി എക്സാം നിങ്ങളുടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കുട്ടികളെ എന്തായാലും നിങ്ങൾക്കിവിടെ കാണാം മെയ്. ഈ പറയുന്ന മെയ് 17 അല്ലെങ്കിൽ ഈ മെയ് 24 അതായത് കൂടുതലും ചാൻസ് മെയ് 3rd വീക്കിൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം 25 to 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ടും വരുന്നതായിരിക്കും. ആ അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ നേവി ഒഫീഷ്യലി അവരുടെ നോട്ടിഫിക്കേഷനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ് മെയ്, അതിനുശേഷം മെയ് ജൂൺ. ഈ മെയ് ജൂൺ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജൂൺ എൻഡോടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ റിസൾട്ടും കിട്ടുന്നതായിരിക്കും. അതാണ് ഇവിടെ ഇന്ത്യൻ നേവി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്? എന്തായാലും മെയ് 17 ആൻഡ് 24 നിങ്ങളുടെ എക്സാം കാണും കുട്ടികളെ. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര ടൈം ഉണ്ടെന്ന് ചോദിച്ചാൽ അറൗണ്ട്ലി 34 to 36 ഡേയ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. നമുക്കൊരു ഐഡിയയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 35 ഡേയ്സ്. എത്രയാണ്? 35 ഡേയ്സ്. എല്ലാ തവണയും 35 അല്ലെങ്കിൽ 40 ഡേയ്സ് ആണ്
ഇന്ത്യൻ നേവിയുടെ എക്സാമിന് മിക്ക കുട്ടികൾക്കും ലഭിക്കുന്നത്. മനസ്സിലായി? ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആയാലോ? ഈ എൻഡ് ടൈം ആകുമ്പോൾ, അതായത് ആ ഒരു എക്സാം ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഫോം ഫില്ലിംഗ് ഡേറ്റ് ക്ലോസ് ആവുന്നതും കറക്ഷൻ വിൻഡോയും കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേറ്റഡ് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്രയും ടൈമാണ് ലഭിക്കുന്നത് തന്നെ. അപ്പോൾ ഇത്രയും ടൈം ഇനി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും ടൈമിനുള്ളിൽ വളരെ ഈസി ആയിട്ട് നല്ലപോലെ പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേവി SSRൻ്റെയും MRൻ്റെയും MAയുടെയും കട്ട് ഓഫ് വീട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റേജ് 2ലാണ്. സ്റ്റേജ് 2ലെ മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒന്ന് സ്മാർട്ടായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കിൽ കുട്ടികളെ നോക്കൂ. സിമ്പിളായിട്ട് SSRൻ്റെ കാര്യം പറഞ്ഞാൽ 100 മാർക്കിൽ വെറും 19 അല്ലെങ്കിൽ 21 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് എടുത്താൽ 17 മാർക്കുള്ള കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി. മെയിലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫീമെയിലിൻ്റെത് 21-22 മാർക്സ് ആയിരുന്നു. MRൻ്റെതും അതേ രീതിയിൽ തന്നെയാണ്. 50 മാർക്കിൽ 18 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുമല്ലോ. നോക്കൂ, ഇവിടെ നോക്കൂ, നിങ്ങൾ സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ജൂണിൽ നിങ്ങളുടെ അപ്ഡേറ്റ് വരുന്നു. പിന്നെ ജൂലൈ ഉണ്ട്, ആഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്. പിന്നെ 4 മാസമുണ്ട് നിങ്ങളുടെ കയ്യിൽ. നല്ലപോലെ നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. സ്റ്റേജ് 2ലാണെന്നുണ്ടെങ്കിലോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി. ഇനി അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും? കുട്ടികളെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാം അപ്ഡേറ്റഡ് ഡേറ്റ് അനുസരിച്ച് ഇതിനൊരു 1 വീക്കിന് മുന്നേ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മെയ് 8 and 11 നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും. ലാസ്റ്റ് ഞാൻ നമ്പർ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനിയാണ് എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതാണ്. നേവി MRൻ്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ 4,93,000 കേഡറ്റ്സ് ആണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ ട്രേഡിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞാൽ നേവി MR ഉണ്ട്, SSR ഉണ്ട്, MA ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്യുന്നത് MRനാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്യുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്യുന്നത് SSRനാണ്. പിന്നെ തേർഡ് ക്രൈറ്റീരിയയാണ് MAയ്ക്കാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്യുന്നത്. MRന് മാത്രമായിട്ട് തന്നെ 4,93,000 കേഡറ്റ്സ് ആണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ നിങ്ങളൊന്ന് നോക്കണം. കഴിഞ്ഞ വർഷം 3 ഇൻടേക്കിലേക്കായിട്ടും ഇതിനടുത്ത് കുട്ടികൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തവണ 2 ഇൻടേക്കിന് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചും ഇത്രയും കുട്ടികൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി SSRൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ അറൗണ്ട്ലി 3.5 lakh കേഡറ്റിനടുത്താണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കേരളത്തിലെ വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കൂടിയിരിക്കുകയാണ്. കാരണം ഈ തവണയും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലും എന്താണ് ഈ ഒരു ഇന്ത്യൻ നേവിയുടെ അപ്ഡേറ്റഡ് കാര്യങ്ങളിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായ? അതായത് അവയർനെസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതനുസരിച്ച് കൂടുതലും കുട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയൊന്നും ഇത്ര അവയർനെസ് ആർക്കും ലഭിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല അപ്ഡേറ്റഡ് കാര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് നേവിയെക്കുറിച്ചൊക്കെ. മിക്ക ഫോഴ്സിനും ഫോം ഫില്ലിംഗ് ഡേറ്റ് അപ്ഡേറ്റ് എടുക്കുമ്പോൾ കൂടിയാണ് വരുന്നത്, കുറയുന്നില്ല, അഗ്നിവീർ ആണെങ്കിൽ പോലും. അപ്പോൾ ഫോം ഫില്ലിങ്ങിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് ഹൈ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോം ഫില്ലിങ്ങും കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കൂടിയിരിക്കുകയാണ്. നല്ലപോലെ എല്ലാ കുട്ടികളും പഠിക്കുക. 2 ഇൻടേക്കാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SSR, MR, MAയിലേക്കുള്ള 4,000 rupees, 4,000, 2,500 ആണ് പ്രോപ്പർ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ഫെസിലിറ്റീസ് എന്തായാലും കേരളത്തിലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കോഴ്സ് റിലേറ്റഡ് ആണെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് അതേപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ആ 2 നമ്പർ. എല്ലാവരും സേവ് ചെയ്യുക ഫോണിൽ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളുടെ മുന്നിൽ വെറും 34 to 35 ഡേയ്സ് മാത്രമാണുള്ളത്. ഇത്രയും ദിവസത്തിനുള്ളിൽ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നല്ലപോലെ മനസ്സിരുത്തി ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെ എക്സാം പാസ്സാകാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.